കുട്ടിച്ച, സ്കൂൾ വിട്ട് വരാൻ അവൾ ഇത്തിരി നേരം വൈകിയ, മ്യൂസിക് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാൻ വൈകിയ എന്റെ നെഞ്ചിനുള്ളിലൊരു പടപടപ്പാ. മുതിർന്നപ്പോ അവള് വേറെ മുറിയിലാണ് കിടക്കുന്നത്. പക്ഷെ എത്ര തവണയും ഞാൻ അവളുടെ മുറിയിൽ പോയി നിൽക്കാന്നറിയോ, അവൾ ഉറങ്ങുന്നതും കണ്ടുകൊണ്ട്. അതൊന്നും അവൾക്കോ അച്ഛനോ പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരുടെ കണ്ണില് അതൊക്കെ വെറും കാട്ടിക്കൂട്ടലുകളാ. ഇന്നെന്റെ മുഖത്ത് നോക്കി അവൾക്ക് എന്നോട് വെറുപ്പാന്ന് പറഞ്ഞു. ആ നേരത്ത് എന്റെ ഹൃദയമെടുപ്പ് നിന്നുപോയ പോലെ എനിക്ക് തോന്നി. പക്ഷെ അത് കേട്ട് ഞാൻ കരയാനും പാടില്ല. വേറെ ആർക്കുണ്ടാവും ഇങ്ങനൊരവസ്ഥ? നിന്റെ വിഷമം കുട്ടിച്ചന് മനസ്സിലാവും മോളെ. പക്ഷേ കുട്ടിച്ചൻ ഇതിന്റെ ഒരു മറുവശമാണ് ആലോചിക്കുന്നത്. ഇപ്പൊ മൈഥിലി പോലീസിനെ വിളിക്കുകയോ അവരെ ഉപയോഗിച്ച് യാമിയുടെ യാത്ര തടയുകയോ ചെയ്താൽ അവളുടെ മനസ്സിൽ നിന്റെ സ്ഥാനം പിന്നെ ശത്രുവിൻ്റെത് മാത്രമായിരിക്കും. എല്ലാ എന്നെങ്കിലും ശരിയാവും. നിന്റെ മകൾക്ക് നിന്നെ തിരിച്ചറിയാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ ഉള്ളിൽ എപ്പോഴും സൂക്ഷിക്കുന്നില്ലേ നീ? ഇപ്പൊ ഈ യാത്ര തടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും യാമി മോളെ കുറിച്ച് നിനക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ സൂക്ഷിക്കാൻ പറ്റില്ല. എന്നേക്കുമായി അവള് നിന്നെ വിട്ടുപോകും. തെറ്റാണ്. അങ്ങനെ ഒരു സ്ത്രീയുടെ കൂടെ മകളെ അയക്കാനുള്ള സാരംഗിന്റെ തീരുമാനം പൂർണ്ണമായും തെറ്റാണ്. പക്ഷേ യാമി മോളെ ഓർത്ത്, അവൾക്ക് നിന്നോടുള്ള സ്നേഹം ഓർത്ത് ഇപ്പൊ ഇത് അനുവദിക്കുന്നത് നല്ലതെന്ന് കുട്ടിച്ചന് തോന്നുന്നു. കുട്ടിച്ചൻ എന്തേ പറയുന്നേ? കുട്ടിച്ചൻ നിന്റെ കൂടെയുണ്ട്, നീ എടുക്കുന്ന ഏത് തീരുമാനത്തിന്റെയും ഒപ്പം. പക്ഷെ അത് നാളെ നിനക്ക് കരയാനുള്ളതാവരുത്. 3-4 ദിവസമല്ലേ അവള് സ്കൂളിൽ നിന്നൊരു വിനോദയാത്രയ്ക്ക് പോകുന്നു എന്ന് കരുതിയാ മതി. സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പിന് പോകുമ്പോ ഉത്തരവാദിത്തമുള്ള ടീച്ചേഴ്സ്, അവളുടെ ഫ്രണ്ട്സ്, അവരൊക്കെ ഉണ്ടാവില്ലേ കൂടെ? പക്ഷെ ഇത് സമവാക്യങ്ങൾ നോക്കിയ ഇതിപ്പോ അവസാനിക്കില്ല. ഞാൻ എനിക്ക് മനസ്സിൽ തോന്നിയത് പറഞ്ഞു എന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ മോളുടെ ഇഷ്ടം പോലെ. ഇനി ഒരിക്കലും നീ അത് അനുവദിക്കണ്ട. സാരംഗം ഇനി ഇങ്ങനെയൊന്നും ശ്രമിക്കില്ലെന്നാ എനിക്ക് തോന്നുന്നു. കാരണം മോളുടെ കാര്യത്തില് നിന്റെ ടെൻഷൻ അയാൾക്ക് ബോധ്യമായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അയാൾ വിട്ടുവീഴ്ച ചെയ്യാത്തത് അയാളുടെ വാശി ജയിക്കണമെന്നുള്ള ഒറ്റ കാരണത്താലാണ്. ഒന്ന് വഴങ്ങിക്കൊടുക്ക് നിന്റെ മോൾക്ക് വേണ്ടി. ഇപ്പൊ നിന്നെ തള്ളിപ്പറഞ്ഞാലും ആരുടെ കൂടെ പോയാലും അവൾക്ക് തിരിച്ചു വരാൻ ഒറ്റ ഇടയേ ഉള്ളൂ, നിന്നിലേക്ക്. കുട്ടിച്ചനല്ലേ നിന്നോട് ഉറപ്പ് പറയുന്നത്? അതിനധികം താമസമില്ല. നിന്നെ സ്നേഹിക്കുന്ന നിന്റെ മോളെ നിനക്കുടൻ തിരിച്ചു കിട്ടും. അവള് പോകുന്നതിന് ഞാൻ തലയാട്ടണമെങ്കിൽ അതെന്നെ കൊല്ലുന്ന വേദനയോടെ ആയിരിക്കും. എന്നാലും പോയിക്കോട്ടെ കുട്ടിച്ച, അതാ നല്ലത്. അഗ്നി പരീക്ഷണങ്ങൾ ഒരുപാടുണ്ട് നിനക്ക് മുന്നില്. വിജയിക്കണം എന്റെ മോള്. ആഹാ, നീ ഇതുവരെ ഉറങ്ങിയില്ലായിരുന്നു ലക്ഷ്മി? എങ്ങനെ ഉറങ്ങാൻ പറ്റുക? പോയ സ്ഥലത്ത് ജീവനോടെ ആരെങ്കിലും ബാക്കിയുണ്ടോ? എല്ലാവരും സുഖായിരിക്കുന്നു ലക്ഷ്മി. സാരംഗം നിങ്ങളും തീരുമാനിച്ചതൊക്കെ നടപ്പിലായോ? യാമി മോള് വെളുപ്പിന് മായാമഹേശ്വരിയുടെ കൂടെ പോവും. പറഞ്ഞ് അവസാനം മൈഥിലിയെ കൊണ്ട് ഞാനത് സമ്മതിപ്പിച്ചു. ഫലത്തിൽ സാരംഗം അവന്റെ വാശിയും ജയിച്ചു. യാമിമോൾ ഒരു കൊച്ചു പെണ്ണ, അതിന്റെ മനസ്സിൽ ഇത്രയും വിഷം നിറയ്ക്കണോ? യാമിമോള് പാവാ, യദുക്കുട്ടനും പാവാ, മൈഥിലി അതിനേക്കാളും പാവാ. പക്ഷെ ഇവരൊക്കെ എങ്ങനെ എന്റെ ഇരകളായി? അതിന്റെ കാരണം സാരംഗുരുത്തം മാത്രമാ. ഒരാളെ കൊല്ലാനുള്ള കരുത്ത് ഇപ്പോഴും നിങ്ങൾക്കില്ലേ? അങ്ങനെ വലുതും ചെയ്തിട്ട് ബാക്കിയുള്ളവരെ വെറുതെ വിട്ടൂടെ? ചോദ്യം നല്ലതാ ലക്ഷ്മി.
സാരംഗിനെ കുത്തിക്കൊല്ലണമെന്ന് തീരുമാനിച്ച അത് കൈവിറയ്ക്കാതെ ചെയ്യാനുള്ള ചങ്കൂറ്റം ഇപ്പോഴും എനിക്കുണ്ട്. പക്ഷെ ഇതങ്ങനെയൊന്നും തീരാൻ പാടില്ല. കുട്ടിച്ചനൊരു കൊലപാതകയാകുന്നതിലൂടെ സാരംഗിന് മോക്ഷം കിട്ടിയ അതിലെന്താ ഒരു രസമുള്ളത്? അവൻ കിടന്ന് നരകിക്കുന്നത് എനിക്ക് കാണണം. കൂടെ ജോലി ചെയ്യുന്നവരും കുടുംബക്കാരും ഒക്കെ ഒരു പുഴുത്ത പട്ടിയെ പോലെ അറപ്പോടെ അവനെ നോക്കുന്നത് കാണണ്ടേ ലക്ഷ്മി? അതിന് ഇതൊക്കെ തന്നെയാ മാർഗം. മറ്റുള്ളവർ വേദനിക്കുന്നതോ? ഒരു മഹാരാജാവ് യുദ്ധം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പോ അയാള് ലക്ഷക്കണക്കിന് പടയാളികളെ ബലി കൊടുക്കും. ആ ഓരോ പടയാളികളുടെയും കുടുംബകഥകളും സ്വപ്നങ്ങളും ആരെങ്കിലും പറയാറുണ്ടോ? ജയിച്ച രാജാവിന്റെ ചരിത്രമാണ് ലക്ഷ്മി പറയാ. കുറച്ചു നാള് കഴിയുമ്പോ അടുത്ത് വന്നിരിക്കുന്നവരോടും പോകുന്നവരോടും ഒക്കെ ലക്ഷ്മിക്ക് കുട്ടിച്ചന്റെ കഥ പറയാം, കുട്ടിച്ചൻ ജയിച്ച കഥ പറയാം. അങ്ങനൊരു നാണം കെട്ട കഥ പറയുന്നതിലും നല്ലത് എന്റെ നാവനങ്ങാതിരിക്കുന്നതാ. അസമയാണ്. ഈ സമയത്തും അനാവശ്യം പറയുന്നവരെ ശിക്ഷിക്കണമെന്നെങ്ങാനും ദൈവത്തിന് തോന്നിയ സംസാരം കൂടി നിലച്ചു പോകും നിനക്ക്. പിന്നെ വെറും ഒരു കാഴ്ചക്കാരി മാത്രമാവും. എന്തിനാ ഈ നാവ്? കൺമുന്നിൽ കാണുന്നത് പറയാൻ പറ്റില്ല, ആരോടും സത്യം തുറന്നു പറയാനും ആവില്ല. കുറച്ചു നാൾ കൂടി അങ്ങ് ക്ഷമിക്കേ. എന്നിട്ട് ഞാൻ എന്റെ ലക്ഷ്യം നേടിയെന്ന് ഞാൻ പറയുമ്പോ കുട്ടിച്ചൻ നടന്ന വഴികൾ മുഴുവൻ നീ പറഞ്ഞോളണം. കുട്ടിച്ചൻ ചെയ്ത ചതികളും പറയണം. എനിക്കതിൽ യാതൊരു പരാതിയുമില്ല. നാളെ യാമി മോള് പോകാൻ തുടങ്ങുന്നത് മുതലാ മൈഥിലിയുടെ ജീവിതം താളം തെറ്റാൻ പോകുന്നത്. സാരംഗിനോട് അവള് യുദ്ധം പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നേരം പുലരട്ടെ. അമ്മ എന്തിനാ സമ്മതിച്ച്? കുട്ടിച്ചനെ വിളിച്ചത് ചേച്ചിയോട് പോണ്ടാന്ന് പറയാനല്ലേ? എന്നിട്ടെന്താ കുട്ടിച്ചൻ അമ്മയോട് സമ്മതിക്കാൻ പറഞ്ഞേ? കുട്ടിച്ച് ചേച്ചി ആഗ്രഹിക്കുന്നേ ചെയ്യൂ അമ്മേ, ഞാനൊന്നും പറഞ്ഞല്ലേ? അല്ല മോനെ, കുട്ടിച്ചൻ അതുകൊണ്ടല്ല അങ്ങനെ പറഞ്ഞത്. പിന്നെ ഇപ്പൊ ചേച്ചി പോകുന്ന അമ്മ വിലക്കിയ അമ്മോടും മോനോടും ഒക്കെ ചേച്ചിക്ക് വെറുപ്പും ശത്രുതയൊക്കെ ആവും. ചേച്ചിയെ പഴയ പോലെ തിരിച്ചു കൊണ്ടിരുന്ന ഏതുകുട്ടിന് ആഗ്രഹമില്ലേ? ഉണ്ട്. അതെ, അമ്മയ്ക്കും ആഗ്രഹമുണ്ട്. എന്നേക്കുമായി മുറിഞ്ഞു പോവാതിരിക്കാൻ ഇപ്പൊ അമ്മ ഈ വേദന കടിച്ചമർത്തിയേ പറ്റൂ. ചേച്ചി പോയിട്ട് വരട്ടെ. അമ്മയെ ഇത്തിരി വേദനിപ്പിക്കണ എനിക്ക് എന്തെങ്കിലും പറ്റിയാ മതി. ഒരാളുടെ നാശത്തിനും അമ്മ ആഗ്രഹിക്കാൻ പാടില്ല മോനെ. അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. ഉറങ്ങുന്നില്ലേ അമ്മ? ഇല്ല, മോൻ ഉറങ്ങിക്കോ. ഞാൻ ഉറങ്ങിപ്പോയാ അമ്മ ഇനി കരയോ? ഇല്ല, അമ്മ കരയില്ല. ഏതായാലും ഇങ്ങനെയൊക്കെ തീരുമാനിച്ച സ്ഥിതിക്ക് നാളെ ചേച്ചി സന്തോഷമായിട്ട് നമുക്ക് അയക്കാം. എപ്പോഴാ ഇറങ്ങുന്നത്? അച്ഛൻ നിന്നെ എയർപോർട്ടിൽ കൊണ്ട് വിടുവാണോ? അല്ല, മായന്റെ വരും, ഒന്നിച്ചാ പോന്നു. സാധനങ്ങൾ എന്തെങ്കിലും എടുത്തു വെക്കാനുണ്ടോ? അമ്മ പെട്ടിയൊന്ന് നോക്കട്ടെ. വേണ്ട, എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പോകുന്നത് കുറെ ദൂരെയാ, സൂക്ഷിക്കണം. പുറത്തിറങ്ങുമ്പോഴായാലും താമസിക്കുന്ന സ്ഥലത്തായാലും ഒരുപാട് ശ്രദ്ധിക്കണം. മനസ്സിലായോ? അവിടെ മോളുടെ കൂടെ മായാമഹേശ്വരി മാത്രമേ ഉള്ളത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അച്ഛനെയോ അമ്മയോ വിളിക്കണം. ഇടയ്ക്കൊന്ന് അമ്മയെ വിളിക്കാൻ പറ്റില്ലേ നിനക്ക്? ആ, നോക്കാം.
എന്തിനാ ചേച്ചി? അമ്മ ചേച്ചിയുടെ നല്ല രീതിയിലല്ലേ സംസാരിക്കുന്നത്? പിന്നെ എന്തിനാ അമ്മയെ വിഷമിപ്പിക്കുന്നത്? യാമി മോളെ ഇറങ്ങ, മായന്റി വന്നു. പെട്ടി അച്ഛനെടുത്തോളാം. പോയിട്ട് വാ. അമ്മയെ മറക്കല്ലേ. മോള് പോവാണോ? ആ യാമി, ഇറങ്ങല്ലേ നമ്മള്? ഓക്കെ ആൻറ്റി. ഇതെന്താ ഇത്ര നല്ലൊരു ട്രിപ്പ് പോകുമ്പോ ഇങ്ങനെ ഗ്ലൂമി ആയിട്ട്? ഒന്നുമില്ല ആൻറ്റി, ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ആൻറ്റിയുടെ കൂടെ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. രാത്രി എന്നെ പലതവണ വിളിച്ച് സമയം ചോദിച്ചു. ഗുഡ്. എങ്കി പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ സാരൻ? പോയിട്ടോ. ഒന്ന് നിന്നെ. മായ, 3-4 ദിവസം എൻ്റെ മോള് നിങ്ങളുടെ കൂടെ ഉണ്ട്. നമുക്കിടയിൽ പല തർക്കങ്ങളും നടന്നിട്ടുണ്ടാവും, നമ്മൾ വെല്ലുവിളിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ യാത്രയിൽ എനിക്കിപ്പോൾ മായയോട് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റൂ. എൻ്റെ മോളെ നോക്കിക്കൊള്ളണം. ഇത് ഗതികെട്ട് പോയ ഒരു അമ്മയുടെ അപേക്ഷയാ. മോള് കേറ്. മോള് ചെല്ല്, കേറ്. നിങ്ങൾ ജയിച്ചു സാരംഗ്, ഞാൻ തോറ്റു. ഞാനത് അഡ്മിറ്റ് ചെയ്താൽ പറ്റൂ. യാമി വെളുപ്പിനെ പോയി. ആ സ്ത്രീ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. സാരംഗ് എന്താ ഇത്ര ക്രൂരനാവുന്നത്? ഏതോ ഒരുത്തി എന്തോ പറഞ്ഞു എന്ന് വെച്ച് അതിന്റെ പേരിൽ മൈഥിലിയെ തോൽപ്പിക്കാൻ നടക്കുക. അക്കാര്യത്തില് തനിക്കൊരു പെശക് പറ്റിയിട്ടുണ്ടോ? ഈ യാത്ര മായാമഹേശ്വരിയുടെ താല്പര്യമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? അല്ലാതെ പിന്നെ യാമി ഇപ്പൊ കൊണ്ടു നടക്കുന്നത് അവരല്ലേ? അതെ, പക്ഷേ യാമി പോണമെന്നുള്ളത് സാരംഗിന്റെ ആവശ്യമായിക്കൂടെ? അത് മൈഥിലിയെ വേദനിപ്പിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും. ഇതിൽ നിന്നൊക്കെ എന്ത് നേട്ടോ സാരംഗ് കാണുന്നേ? അയാൾ ലോകത്തിന്റെ നെറുകയിലെത്തൂ. രഞ്ജിത്ത് നോക്കിക്കോ, ഇപ്പൊ താലോലിച്ച് കൂടെ കൊണ്ട് നടക്കുന്ന മകളില്ലേ, അവൾ ഒരിക്കൽ കൈ ചൂണ്ടി സാരംഗിനോട് സംസാരിക്കും. അന്ന് മാതാപിതാക്കളുടെ വേദന എന്താണെന്ന് സാരംഗ് ശരിക്കും അറിയാൻ പോകുന്നേ. ദേ, ഇതിന് താൻ സാരംഗിനെ വിളിച്ച് പറയാനൊന്നും നിൽക്കണ്ട. ഞാൻ നിർത്തിയല്ലോ. മായാമഹേശ്വരി എന്ന വാക്കേ ഞാൻ സിലബസിൽ നിന്ന് ഒഴിവാക്കി. രഞ്ജിത്തെ, സത്യത്തിൽ അവരാരാ? അവർ സാരംഗിനെ നിയന്ത്രിക്കുന്നില്ലേ? അങ്ങനെ ചോദിച്ചാ നിയന്ത്രിക്കുന്നുണ്ട്. സാരംഗ് ഇപ്പൊ എടുക്കുന്ന പല തീരുമാനങ്ങളും മറ്റാരുടെയോ പ്രഷറിലാ. അവര് തമ്മില് വെറും ഒരു പാർട്ട്ണർഷിപ്പ് ഡീലാണോന്ന് എനിക്കും ചെറിയൊരു സംശയം തോന്നി. പിന്നെ ശമ്പളക്കാരന് സംശയം പ്രകടിപ്പിക്കുന്നതിന് ഒരു പരിധിയുണ്ടല്ലോ. രണ്ടും എന്റെ മുതലാളിമാരല്ലേ. തെറ്റായൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. അഥവാ ഉണ്ടെങ്കിൽ സാരംഗിനെ നമ്മളൊക്കെ പൂർണ്ണമായിട്ടും വെറുത്തു പോവും, അല്ലേ? നമ്മൾ 1-2 ആൾക്കാർ വെറുത്താലും അയാളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അയാൾക്കതൊരു നഷ്ടമാവില്ല. മൈഥിലി ഒന്ന് വിളിക്കണം. പറ്റുമെങ്കിൽ അവിടെ വരെ ഒന്ന് പോവുകയും വേണം. അവളെ ആശ്വസിപ്പിക്കാനൊന്നും പറ്റില്ല. കഴിയുകയാണെങ്കിൽ കുറച്ചു നേരം കൂടെ ഇരിക്കാലോ. സങ്കടങ്ങൾ പറയുന്നത് കേൾക്കാനെങ്കിലും. യാമിക്കൊരു തിരുത്ത് ആവശ്യമാ.
പക്ഷേ ഞാനോ താനോ പറഞ്ഞ ഇനി ആ കുട്ടി കേൾക്കത്തില്ല. അതിനുവേണ്ടി ഇനി ആരെയും ചുമതലപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അച്ഛന്റെ കള്ളത്തരങ്ങൾ മോള് കണ്ടുപിടിക്കുന്നത് വരെ ഇതിനൊക്കെ ആയുസുള്ളൂ. എനിക്കതൊന്നും കണ്ടാ മതി. വേണ്ടടോ, അവരുടെ കുടുംബം അവരെ നിശ്ചയിക്കുന്ന റൂട്ടിൽ അങ്ങ് പൊയ്ക്കോട്ടെ. നമ്മൾ അതിൽ പ്ലാൻ വരയ്ക്കാൻ നിൽക്കണ്ട. നടക്കില്ല നമ്മളെ കൊണ്ട്. ഒരു കാര്യം ഞാൻ പറയാം രഞ്ജിത്ത്, യാമി പ്രായപൂർത്തിയാവാത്തൊരു കുട്ടിയാ. മൈഥിലി വിചാരിച്ചാല് അവളെ തടഞ്ഞു നിർത്താനൊക്കെ പറ്റും. യാമി എന്നേക്കുമായി അകന്നു പോകണ്ടെന്ന് മൈഥിലി കരുതുന്നത് കൊണ്ടാ അവൾ മറ്റൊരു വഴിക്ക് നീങ്ങാത്തത്. അതൊരു ദൗർബല്യമായ സാധനം കാണുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേക്ക്. നിയമത്തിന്റെ മുൻപിൽ ചെന്നാൽ സാരംഗിന് പിടിവലിയൊന്നും ഉണ്ടാവില്ലാന്ന്. എന്നെക്കാൾ നന്നായിട്ട് അയാൾക്ക് നിയമം അറിയാം. മറ്റാരെക്കാളും നന്നായിട്ട് അത് മറികടക്കാനും അറിയാം. മൈഥിലി മത്സരിച്ച് അയാളോട് ജയിക്കില്ല. കാരണം അയാൾ ഇതൊക്കെ കരുതി കൂട്ടി ചെയ്യുന്നത്. അമ്മേ, എന്താ? ആൾക്കാരൊക്കെ അമ്മയെ നോക്കുമായിരുന്നു. എന്തിന്? അമ്മ കരയുന്ന കണ്ടിട്ട്. എന്താ അമ്മേ? ഒന്നുമില്ല മോനെ. ഭഗവാന്റെ മുന്നിൽ മനസ്സർപ്പിച്ച് നിന്നപ്പോ അറിയാതെ കരഞ്ഞുപോയി. വാ, നമുക്ക് കുറച്ചേരം അവിടെ ഇരിക്കാം. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ മറന്നു കാണും, കഴിഞ്ഞ മാസം എൻ്റെ മോള് ഡോക്ടറുടെ ചികിത്സയിലുണ്ടായിരുന്നു, രേഷ്മ. ആ, ഇപ്പൊ ഓർമ്മയുണ്ട്. ഇപ്പോൾ അവർക്ക് കുഴപ്പമില്ല. അവളിപ്പോൾ ക്ലാസ്സിൽ പോകുന്നുണ്ട്. പഴയ ഉത്സാഹമൊക്കെ തിരിച്ചു കിട്ടി. ഡോക്ടറോട് ഞങ്ങളുടെ കുടുംബത്തിന് തീർത്ത കടപ്പാടുണ്ട്. എല്ലാരും വന്നിട്ടുണ്ടോ തൊഴാൻ? ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ മോളോട് പറയാം. പറ്റേ? എന്തിനാ അമ്മ തൊഴുതു കഴിഞ്ഞിട്ട് കുറച്ചേരം ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞത്? അത് പഴയൊരു ആചാരമാണ് മോനെ. ഇവിടെ ഇരുന്നുകൊണ്ട് ദൈവത്തിനെ സ്തുതിച്ച് ശ്ലോകം ചൊല്ലണം. അങ്ങനെയൊക്കെയാണ്. അപ്പോഴാ ദർശനത്തിന് പൂർണ്ണത വരിക. ഇപ്പം അതാരും ചെയ്യാറില്ല. പക്ഷെ ഇവിടെ ഇരിക്കും. അമ്മയ്ക്ക് നല്ല സങ്കടം ഉണ്ടല്ലേ? ഇപ്പൊ ഇല്ല മോനെ. ഈ അന്തരീക്ഷത്തിൽ വന്നിരിക്കുമ്പോ അമ്മ കുറെയൊക്കെ മറക്കും. എന്നാ നമുക്ക് കുറെ നേരം ഇവിടെ ഇരിക്കാം. അമ്മയുടെ സങ്കടമൊക്കെ മാറിയിട്ട് പോയാൽ മതി. ശരി, മോൻ വേണമെങ്കിൽ അവിടേക്കൊന്ന് പോയി കണ്ടോ? വേണ്ട, ഞാൻ അമ്മയുടെ അടുത്ത് ഇരുന്നോളാം. അമ്മ തനിച്ചിരുന്നോളാം. എവിടെയെങ്കിലും പോയാൽ അവിടെ എന്താ ഉള്ളത്, അതിലെന്തെങ്കിലും കഥയുണ്ടോ ചരിത്രമുണ്ടോ അതൊക്കെ ചോദിച്ചറിയണം. അപ്പോഴാ വലുതാവുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുക. പോയിട്ടോ. അമ്മയ്ക്ക് തനിച്ചിരിക്കണം, അതാ കാര്യമെന്ന് എനിക്കറിയാം. ഒറ്റയ്ക്കിരുന്ന് കരയില്ലല്ലോ? ഇല്ല. എന്താ കുട്ടിച്ച? നീ കോവൈ മാർത്താണ്ഡനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോന്നോ? അങ്ങേരെ ഒരു ചരിത്ര പുസ്തകമല്ലേ? ആ, കോയമ്പത്തൂരിലെ ഒറ്റമുറി വീട്ടിൽ നിന്ന് പണ്ടെങ്ങോ മലേഷ്യക്ക് കടന്നു കളഞ്ഞിട്ട് അവിടെ ഒരു വമ്പൻ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ആളല്ലേ? അപ്പൊ നിനക്ക് ആളെ വ്യക്തമായിട്ട് അറിയാം. കുട്ടിച്ച ബിസിനസ് പഠിക്കാൻ ഇറങ്ങുമ്പോൾ ആദ്യം പഠിക്കുന്നത് ബിസിനസ് ലോകത്തെ അത്ഭുതങ്ങളെ കുറിച്ചാ. അക്കൂട്ടത്തിൽ ഞാൻ പഠിച്ച നമ്പർ 1 മനുഷ്യനാണ് കോവൈ മാർത്താണ്ഡൻ. ഇപ്പൊ മാർത്താണ്ഡന് വയസ്സ് 75. പക്ഷെ ചുറുചുറുക്കിൽ അയാൾ 25-കാരനെ അതിശയിപ്പിക്കും. അന്ന് അയാൾ മലേഷ്യയിലെത്തുമ്പോ അവിടെ മുഴുവൻ കൊള്ളക്കാരായിരുന്നു. അയാളുടെ പോരാട്ടം അവരോട് തന്നെയായിരുന്നു. ആദ്യം തെരുവുകളിൽ ചെരുപ്പ് വിറ്റ്, പിന്നെ 11 വർഷം കഴിയുമ്പോ ഒരു ചെരുപ്പ് ഫാക്ടറിയുടെ ഉടമ. അവിടുന്ന് അങ്ങോട്ട് മാർത്താണ്ഡൻ നടന്നതിന് കണക്കില്ല. മലേഷ്യയുടെ ഇന്ത്യൻ എംബസിയുടെ പതാക പോലും കോവൈ മാർത്താണ്ഡനെ കാണുമ്പോ വണങ്ങാറുണ്ടെന്നാ
ആളുകളുടെ ഒരു പറച്ചില്. അല്ല, കുട്ടിച്ചനിപ്പോ ഇദ്ദേഹത്തിന്റെ കാര്യം പറയാൻ എന്താ കാരണം? അത്ഭുത പുരുഷനായി താൻ അയാളെ മനസ്സിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ടൊന്ന് കാണണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? അല്പനേരം കൂടെ ഇരുന്നൊന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? ആഗ്രഹം ഉണ്ടോന്നോ? ഞാൻ പലതവണ അതിന് ശ്രമിച്ചതാ. എന്നാ നിനക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയിരിക്കുന്നു. ഛേ, കുട്ടിച്ചൻ തമാശ പറയാതെ. തമാശയല്ല, കാര്യമായിട്ടാ. ഇത്തിരി ബുദ്ധിമുട്ടിയാണെങ്കിലും ഞാൻ തന്നെ ശരിയാക്കിയതാ. കോവൈ മാർത്താണ്ഡനുമായി എനിക്ക് നേരിട്ട് കണക്ഷൻ ഒന്നുമില്ല. പക്ഷെ അന്നും ഇന്നും അയാളുടെ സെക്രട്ടറി ഒരു ശിവശങ്കരനാ, ഒരപ്പാവി. പക്ഷെ അയാള് ചൂണ്ടിക്കാണിക്കുന്നിടത്തെ കോവൈ മാർത്താണ്ഡൻ ഒപ്പിടും. അത്രയ്ക്ക് വിശ്വാസത്തിൽ അലിഞ്ഞൊരു ബന്ധം. ശിവശങ്കരനെ ഞാനൊന്ന് വിളിച്ചു. കോവൈ മാർത്താണ്ഡന് കേരളത്തിൽ ചില താല്പര്യങ്ങളുണ്ട്. അതിന് അയാൾക്ക് ഇവിടെ ഒരാളും ആവശ്യമാണ്. ശിവശങ്കരനോട് ഞാൻ നിന്റെ കാര്യം സൂചിപ്പിച്ചു. നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കോവൈ മാർത്താണ്ഡൻ നിൽക്കുന്ന ആകാശത്ത് നിനക്ക് ഒപ്പം ചെന്ന് നിൽക്കാൻ സാരംഗേ. കുട്ടിച്ച, ഞാൻ കുറച്ചുകൂടി ചെറുപ്പമായിരുന്നെങ്കിലേ ഇപ്പൊ തുള്ളി ചാടിപ്പോയനെ. അത്രയ്ക്ക് സന്തോഷമുണ്ട്. നിന്റെ വളർച്ചയല്ലടാ കുട്ടിച്ചൻ ആഗ്രഹിക്കുന്നത്. കുട്ടിച്ചന് വേറെ എന്താ കാണാനുള്ളത്? ആ, എങ്കിൽ പോവാൻ തയ്യാറായിക്കോ. അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ശിവശങ്കരൻ നോക്കിക്കോളും. പക്ഷെ കുട്ടിച്ച, ഒരു പ്രശ്നമുണ്ട്. എന്താ? മായ മോളെയും കൊണ്ട് പോയിരിക്കുന്നത് മലേഷ്യയിലേക്കാ. ഈ അവസ്ഥയിൽ ഞാൻ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞാ നീ പോകുന്നോണ്ടെന്താ? മലേഷ്യ നീ ആദ്യമായിട്ട് കാണുന്ന സ്ഥലമൊന്നുമല്ലല്ലോ. എത്രയോ ബിസിനസ് ട്രിപ്പുകൾ നീ നടത്തിയിരിക്കുന്നു. നീ പോണം. യാമി മോളെയും മായാമഹേശ്വരിയും നീ അവിടെ വെച്ച് കാണണം. അല്ലാതെ മൈഥിലി അറിഞ്ഞാൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാവട്ടെ. മൈഥിലിയെ വേണ്ടെന്ന് നീ തീരുമാനിച്ചതല്ലേ? പിന്നെ അവളുടെ മനസ്സിൽ എന്തിനാണ് ആദർശ പുരുഷന്റെ സ്ഥാനം? അല്ല, നീ പോകുന്നില്ല എന്നാണ് തീരുമാനമെങ്കിൽ ഞാൻ ശിവശങ്കരനെ വിളിച്ച് പറയാം. പക്ഷെ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലൊരവസരം നീ കാത്തിരിക്കരുത്. വേണ്ട വേണ്ട, ഞാൻ പോകുന്നു. ഇനി അവിടെ ചെന്ന് മായയും യാമ്യമോളെയും കണ്ടില്ലെങ്കിലും കോവൈ മാർത്താണ്ഡനെ എനിക്ക് കണ്ടേ പറ്റൂ. എങ്കിൽ നീ തയ്യാറെടുത്തോ. മലേഷ്യയിലേക്കുള്ളൊരു യാത്രയ്ക്ക് മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനാവാൻ വേണ്ടിയും നിന്നെ അങ്ങനെ ഒരു സ്ഥാനത്തെത്തിക്കാൻ അയാൾക്ക് കഴിയും. നോ കുട്ടിച്ച, എന്നെ അങ്ങനെ ഒരു സ്ഥാനത്തെത്തിക്കാൻ ഒരാൾക്കേ പറ്റൂ. അത് കുട്ടിച്ചനാ. ഈ ലോകത്ത് മറ്റാർക്കും കിട്ടാത്തൊരു സ്നേഹം, ആർക്കും കിട്ടാത്തൊരു വാത്സല്യം, ഇതിനെല്ലാം കുട്ടിച്ചനോട് എനിക്ക് കടപ്പാടുണ്ടാവും. അച്ഛനും മോനും തമ്മിൽ എന്ത് കടപ്പാടാടാ? നീ ജയിച്ചാ ഞാനല്ലേ ജയിക്കുന്നത്?